സായിപ്പത്തിയും മദാമമാരും അടങ്ങുന്ന തിരുവനന്തപുരത്തെ ഒരു കൊച്ചു കടപ്പുറം കോണകം കോവളം. അത് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പീസ് വല്ലതും ഉണ്ട്, മാസ്റ്റർ പീസ് വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. അല്ല സാറേ, ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണുകയില്ല. സ്ട്രേറ്റ് ലുക്ക് എങ്ങനെ നോക്കാം, നോക്കട്ടെ. കണ്ടോ? കണ്ടു. കൊള്ളാവോ? കൊള്ളാം. മനസ്സിലായോ? മനസ്സിലായോ? എന്നാന്ന് പറഞ്ഞേ. മഞ്ജുപിള്ള കണ്ണാടി മേടിക്കാൻ വന്ന പിന്നെന്താ പറഞ്ഞേ? കണ്ണാടി മേടിക്കാൻ വന്ന പെണ്ണുങ്ങൾ അണ്ണാക്കിലോട്ടാന്ന്. ഞാൻ ഒരു ദിവസം വീടിന്റെ വാതിക്കൽ നിന്ന് മുഖത്ത് പൗഡർ ഇട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഈ പൗഡർ വാട്ടം മറിഞ്ഞ് പൗഡർ മുഴുവൻ വാതിക്ക തിന്നൽ വീണു. ഇത് കണ്ടോണ്ട് പരദൂഷണം പറയാൻ കണ്ടന്റ് തപ്പിയെന്ന ഒരു ചേച്ചി പിറ്റേ ദിവസം നാട്ടിൽ ന്യൂസ് പരത്തി തെക്കേലെ ഗായത്രിയുടെ മോൻ മയക്കുമരുന്ന് പൊടിച്ച് വെയിലത്ത് ഉണക്കാനായിട്ടേക്കുന്നു. കൊച്ചിയിലെ ചന്ദ്രന് മൊത്ത് മസ്കറ്റിൽ പോകാമോ? മസ്കറ്റിൻ ചന്തയിലിരുന്ന് ബിസ്ക്കറ്റ് തിന്നാമോ? ജിലേബി ജിലേബി ജിലേബി. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ കാണുന്ന കണി കാണുമ്പോഴേ എനിക്ക് ബക്കറ്റ് വല്ലതും വെക്കണം, എന്റെ ടൈറ്റ് വൃത്തിയേടാക്കുമെന്ന് ആർക്കറിയാം. ഞാൻ ഈ കോട്ടുമായിട്ടിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടായിരിക്കും കോട്ടുമായിട്ടിരിക്കുന്നത്. അല്ല, നീ കോട്ട് ദേവൂട്ടി തന്റെ സുഹൃത്തുക്കളോടൊപ്പം കുണ്ടള അന്ത്യാഫീസിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് അവൻ എത്തിയത്. ആരാണയാൾ? ആ കള്ള കാവാലികൻ, ആ മാക്കാച്ചി മോറൻ, ആ കാട്ടുകോഴി. അങ്ങേര് വെളുപ്പാങ്കാലം 3:30 മണിക്ക് അക്കരയിൽ നിന്ന് ആരെങ്കിലും കൂമ്പോ വള്ളം എടുത്തോണ്ട് ഒറ്റ പോക്ക്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുള്ള കിളവന്മാര് വന്ന് കൂട്ടിരിക്കും. ഈ കിളവന്മാര് തന്നെ പോയി അക്കരയിൽ നിന്നിട്ട് കള്ളക്കൂവലും കൂടി നീന്തി കയറി കിട്ടി വരും. എന്നെ ഇല്ലാത്ത അത് പറ. പാന്റിന്റെ സിബ് പൊട്ടിപ്പോയി. എന്താണെന്നറിയില്ല, എന്റെ പാന്റിന്റെ സിബ് എപ്പോഴും പൊട്ടും. ഒരുപാട് പെണ്ണുങ്ങളുള്ള വണ്ടിയിലല്ലേ പോണേ. പൊട്ടും. എന്ത് മനുഷ്യനാണോ താൻ? ഒരു പരിചയമില്ലാത്ത എനിക്കൊക്കെ താൻ ഗ്രീറ്റിംഗ്സ് കാർഡ് വരുമെന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ്. സാറേ, ഗ്രീറ്റിംഗ്സ് കാർഡല്ല, സാറിന്റെ ബില്ല്. പുണ്യവാം ശശിയണ്ണനുണ്ടായി 3 മക്കൾ. ഒന്നാമൻ കണ്ണേട്ടൻ, രണ്ടാമൻ ദാസേട്ടൻ. നമുക്ക് ഇഗ്രാവും അങ്ങനെ തുടരുന്നു. 4 കല്യാണം കഴിച്ചിട്ടോ? ഞാൻ പുറകിലോട്ടെ കൈ അങ്ങ് പിടിച്ചു കെട്ടിയാണ്. ചാച്ചനെ ഒന്നിക്കൊണ്ടാക്കി. അതാകുമ്പോൾ അവള് 3-ലാകുമ്പോൾ ഞാൻ 2, അവള് 4-ലാകുമ്പോൾ ഞാൻ 3, അങ്ങനെ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പഴയ ബുക്കും പുസ്തകവും സിലബസ് മാറുന്നതിന് മുമ്പ് എനിക്ക് ഉപയോഗിക്കാം. അവള് പെണ്ണ് ഞാനാണോ അത് നന്നായി, അല്ലെങ്കിൽ അവളുടെ പഴയ പാവാടയും അങ്ങനെ അവർ പിടികൂടി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവൻ മുണ്ടെടുത്തിട്ടില്ലായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയുടെ സാരം എന്തെന്നാൽ മുണ്ടെടുക്കാൻ അറിഞ്ഞൂടാത്തവർ ബെൽറ്റിട്ടിട്ടേ മുണ്ടെടുക്കാവൂ. ചെറിയ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഞാൻ ബെൽറ്റിട്ടില്ല, എന്റെ മുണ്ട് ഇപ്പോൾ കുരിഞ്ഞു വീഴും. ചേട്ടാ, വേറൊന്നും തോന്നല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കൂടെ എന്റെ കൂടെ പറഞ്ഞു വിടോ. വായിക്കാത്ത നാക്കൊണ്ടെന്നറിയാൻ മിണ്ടാതെ ഇരിക്കാണ്. ഓട് മങ്കല്ലേടാ. അല്ലെന്ന്, ഞാൻ അവിടെ 2 മതത്തിലാണ്. നിങ്ങൾ കുരങ്ങന്മാരായിരുന്ന? 2 മരത്തിലെന്ന് പറഞ്ഞു. മാമ മരത്തിലമ്മ 2 മതത്തിലായിരുന്നു. കോടതിയിൽ എന്തോ സീരിയസ് കാര്യം പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു, അളിയാ നീ ചുമ്മാ നീ നിന്റെ കാര്യം നോക്കണേ, ഇനി നീ വേണ്ടി ഞാൻ തുപ്പിൽ വെച്ച് കൊട്ടിത്തരും. ഇത് കേട്ടത് ജഡ്ജി കൊട്ടുകൂടി എടുത്തിന്റെ തെറ്റൊക്കെ അങ്ങനെ വന്നു. മനുഷ്യ, നിങ്ങളുടെ ലുക്ക് ഇങ്ങോട്ട് നോക്കിയേ. ആടാ വാളിലോട്ട് നോക്കിയേ. വാളെ നോക്കാൻ എനിക്കും വാള് വെക്കാൻ തോന്നും. ഇത്രയും പഠിച്ച് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ഈ വൃത്തികെട്ട് ബാഗ് പരിശോധിക്കാനാ നാണക്കേടല്ലേ എനിക്ക്? ഈ കോട്ട് വിട്ട് നിനക്ക് ഇവിടെ മലമൂത്രം പരിശോധിക്കാൻ, എന്റെ ഈ ബാഗ് പരിശോധിക്കാൻ നിനക്ക് വയ്യല്ലേടാ. ഈ കഥ നടക്കുന്നത് കൊച്ചി ബസ് സ്റ്റാൻഡിൽ പൊട്ടാൻ ചൊക്കാതെ വിൽപ്പനയായിരുന്നു നമ്മുടെ കഥാനായകന്റെ തൊഴിൽ. അവൻ ചിരിച്ചാൽ ബിംബാർ സോപ്പിട്ട് കഴുകിയ പാത്രം പോലെ തിളങ്ങുമായിരുന്നു അവന്റെ ചിരി.
കഥയുടെ പേരാണ് മുണ്ടഴി ബബാവ ബെൽറ്റിടു.